Good morning students, welcome back to my video class. Next question, draw a triangle of angles the same as those of the triangle shown and side scaled by 1/4. One triangle is given, triangle sides are 6 cm, 8 cm, 4 cm. Draw triangle of angle of same and side scaled by 1/4. For given triangles, length one is 4 cm, 8 cm and 6 cm. Then scaled by 1/4. Therefore, find the sides scale. First 4 into 1/4. What is 1/4? Mixed fraction. 4 into 1 4s are 4 plus 1, 5/4. 4 cancel, 5 cm. Therefore, this side is 5 cm. Then second 8 1/4. 8 into 5/4. 4 cancel, therefore 2 into 5. 10 cm. Then third side 6 cm. 6 into 1/4. 6 into 1/4 mixed fraction 5/4. Therefore 30/4. 30/4 15 cm. 15 cm. 15/2 7.5 cm. Third length of the side is 7.5. Therefore, first draw given triangle. What is the measure of first side? 8 cm. Draw 8. Then give the name AB. 8 cm. Triangle name ABC. Then AC, how many centimeter? 4 cm. Take in compass 4 cm and cut an arc. Then another length 6 cm. Take in protractor 6 cm. Compass in scale 6 cm and cut. Therefore, draw a triangle using scale. This is the given triangle. നമ്മൾ തന്ന മെഷർ വെച്ചിട്ട് 8 സെൻറ്റിമീറ്ററും AC 4 സെൻറ്റിമീറ്ററും BC 6 സെൻറ്റിമീറ്ററുമായിട്ട് ട്രയാങ്കിൾ വരയ്ക്കും. ട്രയാങ്കിൾ വരച്ചതിന് ശേഷം നമ്മുടെ ആംഗിൾസ് ചേഞ്ച് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആംഗിൾസ് ചേഞ്ച് ചെയ്യാതെ 4 സെൻറ്റിമീറ്ററിന് സ്കെയിൽ ഫാക്ടറായിട്ട് എത്ര വരയ്ക്കേണ്ടത്? 5 സെൻറ്റിമീറ്ററും 8-ന് 10 സെൻറ്റിമീറ്ററും 6-ന് 7.5 ആണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സിമിലർ ട്രയാങ്കിൾ എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആംഗിൾ ആണെങ്കിൽ ചേഞ്ച് ചെയ്യാതെ വരയ്ക്കണമെങ്കിൽ ലെങ്ത് എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ AC-ൻ്റെ ലെങ്ത്തും എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ആംഗിൾ സെയിമായി, A സെയിമാണ്. ഇനി എത്ര സെൻറ്റിമീറ്ററാണ് എടുക്കേണ്ടത്? 4-ന് പകരം 5 സെൻറ്റിമീറ്റർ കോമ്പസ് എടുക്കുക. 4-ന് പകരം എത്ര സെൻറ്റിമീറ്റർ എടുക്കേണ്ടത്? 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യാം. അതുപോലെ 8-ന് പകരം എത്ര സെൻറ്റിമീറ്ററാണ് സ്കെയിൽ ഫാക്ടറായിട്ട് വരേണ്ടത്? 10 സെൻറ്റിമീറ്റർ. 1/4 എടുത്ത് സ്കെയിൽ ഫാക്ടർ വെച്ച് ചെയ്യുമ്പോൾ 10 സെൻറ്റിമീറ്റർ ആർക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യുമ്പം ട്രയാങ്കിൾ ഫോം ചെയ്യും. ട്രയാങ്കിൾ ഫോം ചെയ്യും. ആ ട്രയാങ്കിൾ അപ്പോൾ ഇതെന്ത് ട്രയാങ്കിളായി മാറും? സിമിലർ ട്രയാങ്കിളായി മാറും. സിമിലർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾസ് കറക്റ്റായിട്ട് ഈക്വലായിട്ട് വരും ചെയ്യും. ഇത് പാരലായിട്ട് വരും ചെയ്യും. ചിത്രം വരച്ചു കഴിഞ്ഞാൽ പാരലായിട്ട് വരും ചെയ്യും. ഇതിൽ കറക്റ്റായിട്ട് സ്കെയിലെടുത്ത് വരയ്ക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കുക. ഫസ്റ്റ് 8 സെൻറ്റിമീറ്റർ എടുക്കുക. 8 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 1/4 സ്കെയിൽ ഫാക്ടർ ആകുമ്പം അവിടെ നിങ്ങൾക്ക് 10 മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ 10 എടുത്ത് തെറ്റിയിട്ടുണ്ട്, അതാണ് കറക്റ്റ് ആവാത്തത്.
ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഇത് പാരലായിട്ട് തന്നെ വരും. ഈ ചിത്രം പാരലായിട്ട് വരും. 10 ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ 10 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ കൂട്ടണ്ട. ഇവിടെ 8 ആയിരുന്നു, അപ്പോൾ 10ഉം ഇവിടെ 4 ആണ്, 5 കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് വരച്ച് പഠിക്കാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എ ബി 8 സെൻറ്റിമീറ്റർ എടുക്കാം, എ സി 4 സെൻറ്റിമീറ്ററിൽ ആർക്ക് കട്ട് ചെയ്യാം, ബി സി 6 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് ട്രയാങ്കിൾ വരയ്ക്കാം. എന്നിട്ട് ഇവിടെ ട്രയാങ്കിൾ ആംഗിൾസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എ ബി എക്സ്റ്റെൻഡ് ചെയ്ത് അവരെടുക്കുന്ന മെഷർമെൻറ്റ് സ്കെയിലിൽ കറക്റ്റ് 10 സെൻറ്റിമീറ്റർ എടുത്ത് കട്ട് ചെയ്യാം. അതേമാതിരി എ സി എക്സ്റ്റെൻഡ് ചെയ്തതിൽ 4-5ഉം കട്ട് ചെയ്യും. എന്നിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ട്രയാങ്കിൾ ഇത് മെഷർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 7.5 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് കിട്ടും. ഇതാണ് എന്ത് ട്രയാങ്കിൾ സ്കെയിൽ ഫാക്ടറായിട്ട് വരയ്ക്കുന്ന രീതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സി ദിസ് പിക്ചർ ഓഫ് ദ ക്വാഡ്രാറ്റിൽ. Quadrilateral measurements are given 6 cm, 5 cm, 4, 2, 3. 4 sides are 6 cm, 3 cm, 2 cm and 4 cm. Its diagonal is 5 cm. Draw a quadrilateral with angles the same as those of this one and sides scaled by 1.5. Angle same ആയിട്ട് വരയ്ക്കും വേണം. സൈഡ്സ് സ്കെയിൽഡ് ബൈ 1.5 ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം ഗിവൺ ഫിഗർ റഫായിട്ട് വരച്ച് വെക്കാം. ക്വാഡ്രാറ്റിലാണ്. ക്വാഡ്രാറ്റിൽ ഫോം ചെയ്യുമ്പം ഉണ്ടാക്കുന്ന സൈഡ്സിൻ്റെ ലെങ്ത് എത്രയ്ക്കാണ് പറഞ്ഞത്? 6 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ ആൻഡ് 4 സെൻറ്റിമീറ്റർ. ഡയഗണൽ 5 സെൻറ്റിമീറ്റർ. ഇങ്ങനെയുള്ളൊരു ക്വാഡ്രാറ്റിൽ വരയ്ക്കാം. ഫസ്റ്റ് നമുക്ക് ഗിവൺ മെഷർമെൻറ്റിൽ ഒരു ക്വാഡ്രാറ്റിൽ വരയ്ക്കാം. എന്നിട്ട് സെയിം ആംഗിൾ തന്നെ, പക്ഷെ എന്ത് മാറ്റണം? സൈഡ്സിന് സ്കെയിൽ ഫാക്ടർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം നിങ്ങൾ ക്വാഡ്രാറ്റിന് ഒരു പേര് കൊടുക്കാം. എ ബി സി ഡി ഈസ് എ ക്വാഡ്രാറ്റിൽ. അങ്ങനെ ഒരു എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിൽ വരയ്ക്കാം. അപ്പോൾ ആദ്യം എ ബി എത്ര മെഷർമെൻറ്റ് ഉണ്ട് നോക്കാം. 6 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് വരയ്ക്കാൻ നോക്കുക. നിങ്ങൾ 6 വരയ്ക്കാം. 6 സെൻറ്റിമീറ്ററിൽ ഒരു എ ബി എന്നത് വരയ്ക്കാം. പിന്നെ നിങ്ങളോട് കോമ്പസിൽ എത്ര എടുക്കണം? 3 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും വരച്ചിട്ട് ഡയഗണൽ ആദ്യം 5 സെൻറ്റിമീറ്റർ എടുക്കുക, വരയ്ക്കാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണ് എടുക്കേണ്ടത്? ബി സി 3 സെൻറ്റിമീറ്റർ, ഏകദേശം ഇതിൻ്റെ ഹാഫാക്കി സ്കെയിലിൽ കറക്റ്റാക്കി എടുക്കുക നിങ്ങൾ. ബി സി 3 സെൻറ്റിമീറ്റർ. എ സി 5 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, എ സി 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്യുക? ട്രയാങ്കിൾ വരയ്ക്കും. എന്നതിന് ശേഷം സി ഡി എത്ര സെൻറ്റിമീറ്റർ ആണ്? 2 സെൻറ്റിമീറ്ററും എ ഡി 4 സെൻറ്റിമീറ്റർ. സി ഡി 2 സെൻറ്റിമീറ്ററും എ ഡി എത്രയാണ്? 4 സെൻറ്റിമീറ്ററുമായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് വരയ്ക്കും. അപ്പോൾ എത്രയാണ് വരയ്ക്കേണ്ടത്? ഒന്ന് 2 സെൻറ്റിമീറ്ററും കറക്റ്റായിട്ട് എടുക്കുക. 2 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. അങ്ങനെ ക്വാഡ്രാറ്റിൽ വരയ്ക്കും. ക്വാഡ്രാറ്റിൽ വരച്ചതിന് ശേഷം നമ്മുടെ സ്കെയിൽ ഫാക്ടേഴ്സ് 1.5 ആണ്. അപ്പോൾ ഓരോ സൈഡിൻ്റെയും സ്കെയിൽ ഫാക്ടർ കണ്ടുപിടിച്ചേക്കാം. അപ്പോൾ ഫസ്റ്റത്തെ 6 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിൽ ഫാക്ടർ 6 × 1.5. 6 × 1.5 എന്ന് പറഞ്ഞാൽ 6 × 1 × 2 3/2 ആണ്. ക്യാൻസൽ ചെയ്താൽ 9 സെൻറ്റിമീറ്റർ ആണ് വരയ്ക്കേണ്ടത്. 6ന് പകരം ഇനി എക്സ്റ്റെൻഡ് ചെയ്തതിന് 9. പിന്നെ 3ക്ക് 1.5 ചെയ്യുമ്പം 3 × 3/2 ആണ്. 9/2 എന്ന് പറഞ്ഞാൽ 4.5 ആണ് വേണ്ടത്. 3ൻ്റെ സ്കെയിൽ ഫാക്ടർ എത്ര വേണ്ടത്? 4.5. 5ൻ്റെ സ്കെയിൽ ഫാക്ടർ 5 × 1.5, 5 × 3/2. അപ്പോൾ 15/2
അതായത് 7.5 സെൻറ്റിമീറ്ററാണ് വരിക. ഇനി 4ൻ്റെ സ്കെയിൽ ഫാക്ടർ 1.5 എത്ര വരിക? 4 × 1.5 4 × 3/2 ആണ്. ക്യാൻസൽ ചെയ്ത 6 സെൻറ്റിമീറ്റർ. ഇനി 2ൻ്റെ സ്കെയിൽ ഫാക്ടർ 2 × 1.5 സ്കെയിൽ ഫാക്ടർ, അപ്പോൾ 2 × 3/2 ആണ്. 2 ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? 3 സെൻറ്റിമീറ്റർ. അങ്ങനെ എല്ലാ സൈഡ്സിൻ്റെയും സ്കെയിൽ ഫാക്ടർ വെച്ചിട്ട് സൈഡ്സിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യും. പക്ഷേ ഇനി വരയ്ക്കുന്ന ഫിഗറിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്യരുത്. ആംഗിൾ ചേഞ്ച് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുക? സിമിലർ ട്രയാങ്കിൾ എന്ന കൺസെപ്റ്റ് ആയതുകൊണ്ട് ആംഗിൾ മാറ്റാതെ ഈ സൈഡ്സ് എക്സ്റ്റെൻഡ് ചെയ്യാം. അതുപോലെ 4 എന്ന സൈഡിൻ്റെ സെൻറ്റിമീറ്ററും എക്സ്റ്റെൻഡ് ചെയ്യാം. അതേമാതിരി ഡയഗണലും എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ 3 സൈഡും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ് 6ന് പകരം എത്ര വരയ്ക്കാനാണ് പറഞ്ഞത്? 9. അപ്പോൾ 6ന് പകരം 9, ഇതിൻ്റെ കുറച്ചും കൂടെ 9 സെൻറ്റിമീറ്റർ എടുത്തിട്ട് കട്ട് ചെയ്യും. പാരലായിട്ട് വരണം. നിങ്ങൾ മെഷർമെൻറ്റ് കറക്റ്റാക്കി എടുക്കാം. 9 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. 5 സെൻറ്റിമീറ്ററിന് പകരം എത്ര എടുക്കേണ്ട സ്കെയിൽ? 7.5 ആണ്. അപ്പോൾ 7.5 സ്കെയിലെടുക്കുക, കട്ട് ചെയ്യുക. അതുപോലെ തന്നെ 4ന് എത്ര വരയ്ക്കുന്നുണ്ട്? 4 എന്ന സൈഡിൻ്റെ സ്കെയിൽ ഫാക്ടർ 6 ആണ്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ വരയ്ക്കും. 6 സെൻറ്റിമീറ്റർ കോമ്പസ് എടുത്തിട്ട് കട്ട് ചെയ്യുക. എന്നതിന് ശേഷം ജോയിൻ ചെയ്തേക്കുക. ഈ പോയിൻറ്റ്സ് കട്ട് ചെയ്ത പോയിൻറ്റ്സൊക്കെ കൂടെ ജോയിൻ ചെയ്യും. ഇവിടെയാണ് ഒന്ന് കട്ട് ചെയ്ത്, അപ്പോൾ അത് കൂട്ടി യോജിപ്പിക്കുക. പിന്നെ ഈ ലൈൻ. അപ്പം ഈ കിട്ടുന്ന ഫസ്റ്റ് വരച്ചത് ABCD ആണെങ്കിൽ ഇപ്പം കിട്ടിയതാണ് റിക്കേർഡ് ട്രയാങ്കിൾ, അതായത് EFG. അപ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാഡ്രാറ്റിൽ ഏതാ? ക്വാഡ്രാറ്റിൻ്റെ പേര് ഏതാ വരിക? AEFG. അതായത് ഈ ക്വാഡ്രാറ്റിലായിരിക്കും നമ്മുടെ റിക്കേർഡ് ക്വാഡ്രാറ്റിൽ. അപ്പോൾ എങ്ങനെയാണ്? സെയിം ആംഗിളിൽ സൈഡ് സ്കെയിൽ ഫാക്ടർ സൈഡ് മാത്രം ചേഞ്ച്. അപ്പോൾ ഇത് സിമിലർ ട്രയാങ്കിൾ, കാരണം ഈ സൈഡിന് സെയിം റേഷ്യോയിൽ, ഇതും സെയിം റേഷ്യോയിൽ. അപ്പോൾ ഇതിൻ്റെ അതേ സെയിം. എന്നിട്ട് ഇത് അളന്ന് നോക്കുക. 3ക്ക് പകരം ഈ സൈഡ് എത്ര ആയിരിക്കും ഉണ്ടാവുക? 4.5 ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ 2ന് പകരം എത്രയുണ്ടാവും? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും മെഷർ ചെയ്താൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ക്വാഡ്രാറ്റിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്യാതെ സൈഡ്സിൻ്റെ സ്കെയിൽ ഫാക്ടേഴ്സ് മാറ്റിയിട്ട് ചെയ്യാം. ഇനി അടുത്തത് അതിൽ തന്നെ ഡ്രോ എ ക്വാഡ്രാറ്റ് വിത്ത് ആംഗിൾ ഓഫ് ഡിഫറെൻറ്റ് ഫ്രം ദോസ് ഓഫ് ദിസ് സൈഡ്സ് സ്കെയിൽഡ് ബൈ 1.5. അപ്പോൾ സൈഡ്സ് സ്കെയിൽഡ് ബൈ സെയിം തന്നെയാണ്, പക്ഷേ എന്ത് ചെയ്യണം? അതിൻ്റെ ഏത് മാറ്റണം? ആംഗിൾ മാറ്റണം. അപ്പോൾ ആംഗിൾ മാറ്റുന്നതിനുകൊണ്ട് ഏതെങ്കിലും സൈഡ് ക്വാഡ്രാറ്റിൽ വരയ്ക്കുന്നതിന് ആംഗിൾ മാറ്റാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഡയഗണൽ മാറ്റി വരച്ചാൽ മതി. അപ്പോൾ അതാണ് എളുപ്പം. സൈഡ്സ് സെയിം ആക്കുക, ഡയഗണൽ മാറ്റി വരയ്ക്കുക. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു എല്ലാ സൈഡിൻ്റെയും സ്കെയിൽ ഫാക്ടേഴ്സ്. ആ സ്കെയിൽ ഫാക്ടർ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ച ഫസ്റ്റ് 6 സെൻറ്റിമീറ്ററിന് പകരം 9 സെൻറ്റിമീറ്ററും ഓരോ സൈഡും 4.5 സെൻറ്റിമീറ്ററാണ് സെക്കൻഡ്. അതേമാതിരി 3 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്ററിന് ബാക്കിയുള്ള സൈഡ്സ് 6 സെൻറ്റിമീറ്ററും ഡയഗണൽ ഒന്ന് മാറ്റി വരയ്ക്കുക. അത് 7.5 ആയിരുന്നു ആദ്യത്തെ വരച്ചത്. അതൊന്ന് മാറ്റിയിട്ട് 8 8.5 എന്തെങ്കിലും ഡയഗണലിൻ്റെ ലെങ്ത്ത് മാറ്റി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ക്വാഡ്രാറ്റിൽ വരയ്ക്കുക. ക്വാഡ്രാറ്റിൽ വരയ്ക്കേണ്ടത് ഫസ്റ്റ് 9 സെൻറ്റിമീറ്റർ വരയ്ക്കുക. പിന്നെ 9 സെൻറ്റിമീറ്റർ എൻഡിൽ വെച്ചിട്ട് 4.5 സെൻറ്റിമീറ്റർ ആർക്ക് കട്ട് ചെയ്യുക. അവിടുന്ന് അതേമാതിരി ഡയഗണൽ 8 സെൻറ്റിമീറ്ററോ 8.5 ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്ത് എടുക്കുക. 7.5 ചേഞ്ച് ചെയ്ത് വരയ്ക്കുക. വരച്ചാൽ നമുക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്യും. ആ ട്രയാങ്കിളിൻ്റെ എൻഡിൽ നിന്ന് വീണ്ടും 3 സെൻറ്റിമീറ്റർ എടുത്ത് ആർക്ക് കട്ട് ചെയ്യുക. പിന്നെ 6 സെൻറ്റിമീറ്റർ എടുത്ത് ആർക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് റിക്കേർഡ് ക്വാഡ്രാറ്റിൽ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ആംഗിൾ ചേഞ്ച് ചെയ്യുക. ആംഗിൾ ചേഞ്ച് ചെയ്തിട്ട് സൈഡ്സ് എന്ത് ചെയ്യുക? സ്കെയിൽ ഫാക്ടർ ആക്കിക്കൊണ്ട് വരയ്ക്കുന്ന രീതി. അത് നല്ലവണ്ണം വരച്ച് പഠിക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ഫസ്റ്റ് ചെയ്ത മെത്തേഡാണ് ഏതാണ്? ക്വാഡ്രാറ്റിൽ വരച്ച് അതിന്മേലെ സെയിം ആംഗിളാക്കി വരയ്ക്കുമ്പോൾ സൈഡ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കെയിൽ ഫാക്ടറായിട്ട് കണ്ടുപിടിച്ച ലെങ്ത്ത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വരച്ചിരുന്നത്. അത് അങ്ങനെ ഒരു ക്വാഡ്രാറ്റിലിൻ്റെ മുകളിൽ തന്നെ വരയ്ക്കണമെന്നില്ല. നിങ്ങൾക്ക് ഗിവൺ ക്വാഡ്രാറ്റിൽ ആദ്യം വരയ്ക്കുക. അതിന് താഴെ നിങ്ങളുടെ സ്കെയിൽ ഫാക്ടർ ഉപയോഗിച്ച് കണ്ടുപിടിച്ച ലെങ്ത്ത് ഉപയോഗിച്ച്
വേറൊരു ക്വാഡ്രാറ്റിൽ വരയ്ക്കുക. അപ്പോൾ 2 ക്വാഡ്രാറ്റിലും അളന്ന് നോക്കുമ്പം നിങ്ങൾക്ക് ആംഗിൾസ് സെയിം ആയിട്ട് കാണാം. ആ രീതിയിൽ ചെയ്താലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ശരിയാണ്. അതിൽ സൂട്ടബിൾ മെത്തേഡാണ് ഞാൻ വരച്ചത്. അതാണ് നിങ്ങൾക്ക് കൂടുതൽ ഫോളോ ചെയ്യാൻ നല്ലത്.